ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിൻ്റെയും അതുപോലെ തന്നെ ഗസ്റ്റിൻ്റെയും ഒക്കെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റിയൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ചായ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡെസേർട്ട് സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു പിടിയോളം കാഷ്യൂ നട്ട്സ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഏതായാലും ഒരു പിടിയോളം കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സേമിയ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഓൾറെഡി റോസ്റ്റഡ് ആണ് ഈ ഒരു സേമിയ കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് പായസത്തിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള പാലാണ്. നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഒന്ന് തിക്കായി വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ചായയൊക്കെ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു പായസമാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് തിക്കായി കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു മിൽക്ക് പൗഡറോ മിൽക്ക് മെയ്ഡോ ഒക്കെ ചേർക്കുന്ന സമയത്ത് ഈ ഒരു പായസത്തിന് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പാല് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു പായസം മറ്റു പായസങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തിളച്ച പാലിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. വളരെ നേരിയ സേമിയാണ്. അപ്പോൾ അത് സേമിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്പെഷ്യൽ സേമിയ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലച്ച സെമായി എന്ന് പറയുന്ന ഒരു സേമിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പൗഡർ ഫോമുള്ളൊരു സേമിയാണ്. പെട്ടെന്ന് തന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സേമിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് നല്ല തിക്കായിട്ട് നമ്മുടെ പായസം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിന് പകരമായിട്ട് നമുക്ക് ചവ്വരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചവ്വരിയും ഈ പറഞ്ഞ ലച്ചാസമായി എന്ന് പറയുന്ന സേമിയൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സാധാരണ പായസം ഉണ്ടാക്കുന്ന ആ ഒരു സേമിയ വെച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1/2 കപ്പ് ഷുഗറാണ് നമ്മൾ ഈ ഒരു പായസത്തിന് വേണ്ടി എടുക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷേ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഹോർലിക്സ് ആണ് നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഹോർലിക്സ് ചേർക്കുമ്പോൾ നമുക്ക് ഈ ഒരു പായസത്തിന് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഡെസേർട്ടായിട്ടും പായസമായിട്ടും നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചൂട് പാലിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഹോർലിക്സ് ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. പായസത്തിലേക്ക് നമ്മൾ ഹോർലിക്സ് ചേർത്ത് മിക്സ് ആക്കുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടെക്സ്ചറും കളറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ ആദ്യം തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡെസേർട്ട് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായോ അതുപോലെ ഉണക്ക മുന്തിരിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ ഏലക്കായൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏലക്കായ ഒന്നും ചേർക്കാത്തത് കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫ്ലേവറിൽ കഴിക്കാൻ
കഴിക്കാനാണ് ഈ ഒരു പായസം നല്ല ടേസ്റ്റ്. വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, എന്താണെങ്കിലും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് ശരിക്കും സ്റ്റാർ ആവാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഫീഡ്ബാക്കൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനിതോടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ സ്റ്റാർ ആവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്